നമസ്കാരം, ഞാൻ ഡോക്ടർ നയന വിജയ്, പട്ടം SUT ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റാണ്. ഞാനിന്ന് വൃക്ക രോഗങ്ങളെപ്പറ്റി പൊതുവായി ഒരു അവബോധനം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഹാർട്ടിന് അസുഖം വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് രക്തക്കുഴലുകൾ ബ്ലോക്കായാണ് ഭൂരിപക്ഷം ഹാർട്ടിന് അസുഖങ്ങളും വരുന്നത്. അതുപോലെ കരളിന് മദ്യപാനം, മരുന്നുകളുടെ ഉപയോഗം എന്നിവ കൊണ്ടാണ് കരളിന് തകരാറ് വരുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ വൃക്കകൾ തകരാറായാൽ അതിന് ഡയാലിസിസ് വേണം എന്നതിനുപരി അതെന്തുകൊണ്ട് വന്നുവെന്നോ ഡയാലിസിസ് മാത്രമല്ലാതെ ഇതിന് വളരെയധികം മികച്ച ചികിത്സാ രീതികൾ ഉണ്ടെന്നോ പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഞാൻ തിരഞ്ഞെടുത്തത്. വൃക്ക രോഗങ്ങളെ നമുക്ക് മെയിനായി രണ്ടായി തിരിക്കാം: അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, ക്രോണിക് കിഡ്നി ഡിസീസ്. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വന്ന കിഡ്നി തകരാറുകളെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇത് സാധാരണയായി ഇൻഫെക്ഷനുകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എലിപ്പനി, ഡെങ്കിപ്പനി, മലേറിയ, ടൈഫോയിഡ് ഇൻഫെക്ഷൻ, ഏത് ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻ, ന്യൂമോണിയ, ഇതെല്ലാം ശരീരത്തിലേക്ക് ഉയർന്ന അളവിൽ വരുന്നതിന് സെപ്സിസ് എന്ന് പറയും. സെപ്സിസ് വരുമ്പോൾ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ കിഡ്നിക്കും തകരാറ് വരാറുണ്ട്. രണ്ടാമതായി മറ്റ് അവയവങ്ങളുടെ തകരാറ്, അതായത് ഹാർട്ടിന് അസുഖം വരുമ്പോൾ കാർഡിയോ റീനൽ സിൻഡ്രോം, അല്ലെങ്കിൽ ലിവറിന് അസുഖം വരുമ്പോൾ ഹെപ്പറ്റോ റീനൽ സിൻഡ്രോം, പാൻക്രിയാസിന് അസുഖം വരുമ്പോൾ ഇതിനെല്ലാത്തിൻ്റെ ഭാഗമായിട്ട് കിഡ്നിക്ക് തകരാറ് വരാം. ഇതിന് പുറമെ വളരെയധികം കണ്ടുവരുന്ന ഒരു ഇതാണ് മരുന്നുകളുടെ ഉപയോഗം മൂലം കിഡ്നിക്ക് വരുന്ന തകരാറ്. ഇത് പ്രധാനമായി വേദന സംഹാരികൾ, ഓവർ ദ കൗണ്ടർ, അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന മരുന്നുകളിലാണ് കാണുന്നത്. അതല്ലാതെ പച്ചമരുന്നുകൾ, നാട്ടുമരുന്നുകൾ, ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൊടികൾ, ജ്യൂസുകൾ എന്നിവയിലെല്ലാം ഈ കിഡ്നിക്ക് തകരാറ് വരാനുള്ള വസ്തുക്കൾ അടങ്ങിയിരിക്കും. അപ്പോൾ ഈ പറയുന്ന തകരാറുകളെല്ലാം കിഡ്നിയിൽ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പേഷ്യൻറ്റിന് ബുദ്ധിമുട്ട് വരികയും പലപ്പോഴും ക്രിയാറ്റിൻ്റെ പോലെയുള്ള ടോക്സിനുകളുടെ അളവ് വളരെയധികം ഹൈ ആവുകയും ചെയ്യും. എന്നിരുന്നാലും ഈ അസുഖങ്ങൾ നമ്മൾ കൃത്യമായി ചികിത്സിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് പൂർണ്ണമായും ഭേദമാക്കി ഒരു മരുന്നിൻ്റെ പോലും സഹായമില്ലാതെ നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മളുടെ OP-യിൽ തന്നെ 15 വരെ ക്രിയാറ്റിനൊക്കെ പോയിട്ടുള്ളവരൊക്കെ ഇപ്പോൾ 0.9, 1 മുതലായ ക്രിയാറ്റിൻ വാല്യൂവിലും മൂത്രവും എല്ലാം നല്ലോണം പോയി വരുന്നുണ്ട്. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ക്രോണിക് കിഡ്നി ഡിസീസസ്. അതായത് കാലക്രമേണ വന്നു വരുന്ന കിഡ്നിയുടെ തകരാറുകളാണ് ക്രോണിക് കിഡ്നി ഡിസീസസ്. ഇതിന് പ്രധാനമായിട്ടും വരുന്നത് പ്രമേഹം മൂലമുള്ള കിഡ്നി ഡാമേജുകളാണ്. അതിന് പുറമെ രക്തസമ്മർദ്ദം മൂലമുള്ള ഡാമേജുകളും, പിന്നെ കിഡ്നിയുടെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന റീനോ വാസ്കുലർ ഡിസീസസ്, അല്ലെങ്കിൽ കിഡ്നികളുടെ വൃക്കകളുടെ പ്രവർത്തനം ബാധിക്കുന്ന ഗ്ലോമറുലോനെഫ്രൈറ്റിസുകൾ, ഇതല്ലാതെ ഈ പറയുന്ന പോലെ മരുന്നുകളുടെ ഉപയോഗം തുടർച്ചയായി വരുന്നത് കൊണ്ടുള്ള ഡാമേജുകൾ വരാം. അത് പുറമെ ഇൻഫെക്ഷനുകൾ അല്ലെങ്കിൽ ബ്ലോക്ക്, കല്ല് തന്നുള്ള ബ്ലോക്കുകൾ മൂലമുള്ള ഡാമേജുകളാണ് ക്രോണിക് കിഡ്നി ഡിസീസ്. ഇത് പലപ്പോഴും ലക്ഷണങ്ങൾ വളരെ കുറവായിട്ടും വളരെ കാലക്രമേണ ഡെവലപ്പ് ചെയ്ത് വരുന്ന ക്ഷീണം, കിതപ്പ്, വിശപ്പില്ലായ്മ പോലുള്ള ലഘുവായ ലക്ഷണങ്ങളെ ഇതിന് കാണുന്നു. ഈ രോഗങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ പലപ്പോഴും ഇത് നമ്മളുടെ അടുത്തെത്തുമ്പോഴേക്കും അത് ചികിത്സിച്ച് പൂർണ്ണമാക്കാവുന്ന സ്റ്റേജ് കഴിഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നമുക്ക് കിഡ്നിയെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനുള്ള മെഡിസിനുകൾ, അതായത് BP-യോ ഷുഗറോ കൊണ്ടാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് വെക്കാനും, അതുകൊണ്ട് ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന യൂറീമിക് ടോക്സിനുകളെ കുറച്ച് വെക്കാനുള്ള മെഡിസിനുകൾ, കിഡ്നിക്ക് ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്നതിലും വൈറ്റമിൻ D പോലെയുള്ള, കാൽഷ്യം പോലെയുള്ള അയോണുകളുടെ അളവ് കൺട്രോൾ ചെയ്യുന്നതിന് നല്ല റോളുണ്ട്. പലപ്പോഴും രക്തം കുറയുമ്പോൾ ഈ കിതപ്പും ക്ഷീണവും കൂടും. അപ്പം രക്തം കൂടാനുള്ള മരുന്നുകളും മറ്റ് കാൽഷ്യം, ഫോസ്ഫറസ് പോലെയുള്ള അയോണുകൾ ലെവലിലാക്കാനുള്ള മരുന്നുകളുണ്ട്. മരുന്നുകളിൽ നിൽക്കാത്ത പക്ഷമാണ് പെർമനൻ്റ് ആയിട്ടുള്ള ഡയാലിസിസിലേക്കോ അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കുന്ന പോലുള്ള ചികിത്സ, ട്രാൻസ്പ്ലാന്റേഷനിലേക്കോ പോകും. രണ്ട് അസുഖങ്ങളും രണ്ട് തരത്തിലുള്ളതാണ്. അതിലേക്കുള്ള ചികിത്സയും വ്യത്യാസമാണ്. അല്ലാതെ പൊതുവായി കിഡ്നിക്ക് തകരാറ് വന്നാൽ പിന്നെ ഡയാലിസിസിലേക്ക് പോകുന്നു എന്നുള്ള ധാരണ തികച്ചും തെറ്റാണ്. മനസ്സിലാക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.